ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ ഇവരെന്താ അങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുന്നതിന്? സംഭവം വേറെ ഒന്നല്ല. 2 മാസം മുന്നേ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. കോഴ്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്, ടാലി വിത്ത് GST. കോഴ്സൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ അതിൻ്റെ എക്സാമാണ് ഇന്ന്. അതാണ് ഇവരൊക്കെ അങ്ങനെ വിജലംബിച്ചിരിക്കുന്നത്. ഇവരുടെ ആത്മാർത്ഥത്തൊക്കെ കണ്ടാൽ വിചാരിക്കും എക്സാം ഇപ്പം ഇന്ന് ഇങ്ങോട്ട് ഉണ്ടായതാണ്. എക്സാമിൻ്റെ ഡേറ്റ് 2 ആഴ്ച മുന്നേ പബ്ലിഷ് ചെയ്ത് 2 മാസം കൊണ്ട് പഠിക്കാത്തത് 2 മിനിറ്റ് കൊണ്ടാണ് പഠിക്കാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു തീരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. അതിൻ്റെ ചില്ലും പൊളി ചവിത്തുക കിടക്കുമാവും. ഇനി ഇതാ അടുത്ത ആള്. അവല് വെള്ളത്തിൽ മൂത്തായിട്ടുണ്ട്. മൈസൂർ പായം കുപ്പായം കഴിച്ചിട്ട് ചാടി പഞ്ചസാര പൊതി കെട്ടഴിഞ്ഞ് വീണ് അവലും വെള്ളമായി മാറി ദാഹം കടുവോളും കുടിക്കും ഹിൻമോഹിനിങ്ങളെ. ചെറിയ ബിസ്ക്കറ്റിന് വലിയ ബിസ്ക്കറ്റ് കൊണ്ടടിക്കുമ്പോൾ അതാണ് ഹറാമായ ഗേരം ഇവിടെ കളിക്കരുത്. വണ്ടാറപ്പ ഇതിവിടെ കിടക്കട്ടെ, ഓൾക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ട്. ഇവിടെ ഓരോരുത്തരും മോറ് കാണുമ്പോഴേ ലേബർ റൂമിൻ്റെ മുന്നിൽ പ്രസവിക്കാൻ നിൽക്കുന്ന ഗർഭിണികളെ പോലെ ഉണ്ട്. അല്ല, എന്താ ഇപ്പോൾ കഥ? ഒരു എക്സാമിന് ഇവരെങ്ങനെ പേടിച്ചാലോ? ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഇവരെങ്ങനെ ഫേസ് ചെയ്യും? അതാണ് എൻ്റെ ചോദ്യം. അല്ല, ആരാപ്പി ചോദിക്കും? വരുന്ന വൈക്കലും കൂടി പള്ളിക്കത്തെ പള്ളിപ്പെട്ടിയിൽ 10 നോട്ടിട്ട് കാണും പഠിച്ചോനെ പരീക്ഷയെ കാക്കണേ എന്ന് പറഞ്ഞ ആളാണ്. അല്ല, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. നമുക്ക് ചെയ്യാനുള്ള ഒന്നും നമ്മൾ ചെയ്യൂല. എന്നിട്ടൊക്കെ 22 വിട്ടെടുക്കും. മൂപ്പർക്ക് പിന്നെ ഒരു പണി ഇല്ലാത്തതുകൊണ്ടൊക്കെ കേൾക്കും എന്നുള്ള സമാധാനത്തിൽ നമ്മളങ്ങനെ ഇരിക്കും. ലാസ്റ്റ് റിസൾട്ട് വരുമ്പോഴോ അതുകൊണ്ട് ഇതേപോലെ മൂഞ്ചി പണി വാങ്ങാൻ നിൽക്കണ്ട. സ്കൂളൊക്കെ തുറന്നില്ലേ, ഞങ്ങൾക്ക് കൂടി എക്സാമിൻ്റെ മൂട്ടുക്ക് വെക്കാത്ത എന്തെങ്കിലും പോയി പഠിക്കാൻ നോക്കി. ഞങ്ങളെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനം അയക്കണ്. അത് പിന്നെ നോക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.